ഹലോ. ഐ.ടി. മേഖലയിൽ പ്രത്യേകിച്ച് ഡെവോപ്സിലും മികച്ചൊരു കരിയർ അന്വേഷിക്കുന്നവർക്കായുള്ള ഒരു കിടിലൻ തൊഴിലവസരമാണ് ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളൊരു കരിയർ തുടക്കക്കാരനായ എഞ്ചിനീയറാണോ? ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഉറപ്പായും നിങ്ങൾ കാത്തിരുന്ന ആ സുവർണാവസരം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങളുടെ പുതിയ വർക്കിംഗ് പ്ലേസ് ആകാൻ പോകുന്ന ആ സ്ഥലത്തെക്കുറിച്ച് പറയാം. തിരുവനന്തപുരത്തെ വൈബ്രന്റായ ടെക്നോപാർക്ക് ക്യാമ്പസ്. ഒരു ടെക് പ്രൊഫഷണലിനെ സംബന്ധിച്ച് ഇതിലും മികച്ചൊരു അന്തരീക്ഷം വേറെ കിട്ടാനില്ല, അല്ലേ? സെക്ഷൻ 1 ജൂനിയർ ഡെവോപ്സ് അവസരം. കമ്പനിയുടെ പേര് ഇന്നൊവേഷൻ ഇൻക്യുബേറ്റർ അഡ്വൈസറി. ടെക്നോപാർക്ക് ഫേസ് 1 ക്യാമ്പസിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വളരെ സജീവമായിട്ടുള്ള മികച്ചൊരു വർക്ക് കൾച്ചറുള്ള കമ്പനിയാണിത്. നിള ബിൽഡിങ്ങിന്റെ 4ാം നിലയിലുള്ള ഇവരുടെ ഡൈനാമിക്കായ ടീമിലേക്കാണ് ഇപ്പോൾ ഒരു ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയറെ അന്വേഷിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള റോളുകളിൽ ഒന്നാണെന്നത് നിങ്ങൾക്കറിയാമല്ലോ. സെക്ഷൻ 2 ഈ റോളിലെ നിങ്ങളുടെ ദൈനംദിന ചുമതലകൾ. നോക്കൂ, ഇതൊരു വെറും സാധാരണ ജോലിയല്ല. നിങ്ങൾ ആക്ഷന്റെ നടുവിലായിരിക്കും. CI/CD പൈപ്പ്ലൈനുകൾ സുഗമമായി കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ സെർവറുകൾ, ആപ്ലിക്കേഷനുകൾ, ക്ലൗഡ് റിസോഴ്സുകൾ എന്നിവ നിരന്തരം മോണിറ്റർ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ദൗത്യം. ഡിപ്ലോയ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നിങ്ങളായിരിക്കും. അതുപോലെ തന്നെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റുകൾ എഴുതേണ്ടതും നിങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം വർക്കാണ്. റിലീസ് സപ്പോർട്ടിനായി നിങ്ങൾ എപ്പോഴും ഡെവലപ്മെന്റ് ടീമുകളുമായി ചേർന്ന് പ്രവർത്തിക്കണം. ഇതിനൊപ്പം പ്രധാനപ്പെട്ട ഡിപ്ലോയ്മെന്റ് ഡോക്യുമെന്റേഷൻ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. സെക്ഷൻ 3 ഇതിനാവശ്യമായ എസെൻഷ്യൽ സ്കില്ലുകളും ടൂളുകളും. ഇനി ഈ റോളിലേക്ക് ആവശ്യമായ ടെക്നിക്കൽ ടൂൾ കിറ്റ് എന്താണെന്ന് നോക്കാം. പ്രധാനമായും ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലെ, പ്രത്യേകിച്ച് AWSലെ അടിസ്ഥാന പരിചയത്തിനാണ് ഇവിടെ മുൻഗണന. ഒപ്പം ജെൻകിൻസ്, ഗിറ്റ്ഹബ് ആക്ഷൻസ് പോലെയുള്ള ജനപ്രിയ CI/CD ടൂളുകളും അറിഞ്ഞിരിക്കണം. കൂടാതെ ഡോക്കർ പോലെയുള്ള കണ്ടെയ്നറൈസേഷൻ ടൂളുകളിൽ നല്ലൊരു അറിവും അതുപോലെ കുബർനേറ്റീസ് പോലെയുള്ള ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് ബേസിക്കായ ഒരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓപ്പറേഷണൽ സൈഡിലേക്ക് വന്നാൽ ഗിറ്റ് പോലെയുള്ള വേർഷൻ കൺട്രോൾ സിസ്റ്റങ്ങളിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ നിർണായകമാണ് ലിനക്സ് അഡ്മിനിസ്ട്രേഷനിലും ഷെൽ സ്ക്രിപ്റ്റിംഗിലുമുള്ള അറിവും. നിങ്ങളുടെ ടെക് സ്റ്റാക്ക് കംപ്ലീറ്റ് ആക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് ടൂളുകളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് കൂടി വേണ്ടിവരും. അതായത് ടെറഫോം അല്ലെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ. തീർച്ചയായും ഇതിനൊപ്പം ലോഗിൻ ടൂളുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. എന്നാൽ കേട്ടോ, വെറും കോഡിങ്ങും ടൂളുകളും മാത്രമല്ല ഇവിടെ വിഷയം. മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാനും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യാനുമുള്ള ഷാർപ്പായൊരു മൈൻഡ് സെറ്റും ഈ റോളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. സെക്ഷൻ 4 അപേക്ഷിക്കേണ്ട വിവരങ്ങളും അവസാന തീയതിയും. 25 ഈ നമ്പർ ഓർത്തുവെച്ചോളൂ. 2026 ജൂൺ 25. ഇതാണ് ഈ റോളിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ തീയതി. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാനില്ല. എത്രയും വേഗം നിങ്ങളുടെ ഏറ്റവും മികച്ച റെസ്യൂമെ തയ്യാറാക്കി നേരിട്ട് ഇമെയിൽ ചെയ്യുക. ഇമെയിൽ ID ഇതാണ്: hiring@i-re.com. ആപ്ലിക്കേഷൻ അയക്കുന്നതിനു മുൻപായി കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കാൻ മറക്കരുത്. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് വലിയൊരു മുൻതൂക്കം നൽകും. സ്ക്രീനിൽ കാണുന്ന ടെക്നോപാർക്കിന്റെ ഒഫീഷ്യൽ ലിങ്ക് വഴി ഈ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതേയുള്ളൂ. അപ്പോൾ ജൂൺ 25 എന്ന ആ ഡെഡ്ലൈനിലേക്ക് ക്ലോക്ക് അതിവേഗം ടിക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരേ ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ. ആ സെൻഡ് ബട്ടൺ അമർത്തി നിങ്ങളുടെ ഡെവോപ്സ് കരിയർ ലോഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഓൾ ദി ബെസ്റ്റ്. എക്സ്പ്ലെയിനർ കണ്ടതിന് നന്ദി.